സൗന്ദര്യ മത്സരത്തിനിടെ വേദിയിൽ ബോധരഹിതനായി വീണ വിശാൽ. തെന്നിന്ത്യൻ സിനിമയിൽ ഒരു സമയത്ത് തിളങ്ങി നിന്നിരുന്ന നായക നടനായിരുന്നു തമിഴ് താരം വിശാൽ. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ നല്ലൊരു വിജയം നടന്റെ കരിയറിൽ സംഭവിച്ചിട്ടില്ല. ഒരു കാലത്ത് ഫിറ്റ്നസ് കൊണ്ട് അതിശയിപ്പിച്ചിരുന്ന താരം കൂടിയായിരുന്നു നടൻ. എന്നാൽ ശാരീരിക ആരോഗ്യത്തിലും അടുത്തിടെയായി നടൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ പൊതുവേദിയിൽ പ്രസംഗിച്ച് മടങ്ങവേ താരം തലചുറ്റി വീണുവെന്ന വാർത്തയാണ് തമിഴകത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വിശാൽ ഇപ്പോൾ തുപ്പറിവാളൻ 2 ഒരുക്കുന്ന തിരക്കിലാണ്. പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കിലാണെങ്കിലും ക്ഷണം ലഭിച്ച ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നടൻ ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ചിത്തിരൈ ഉത്സവത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ കൂത്താണ്ടവർ ക്ഷേത്രത്തിൽ താരമെത്തിയത്. എല്ലാ വർഷവും ഇവിടെ ചിത്തിരൈ ഉത്സവം ഗംഭീരമായി വിശ്വാസികൾ ആഘോഷിക്കാറുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡറുകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചിത്തിരൈ ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ട്രാൻസ്ജെൻഡറുകൾക്കായി സൗന്ദര്യ മത്സരവും നടത്താറുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡറുകളും ഈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ട്. ഇത്തവണ സൗന്ദര്യ മത്സരം കാണാനും വിലയിരുത്താനും എത്തിയ സ്പെഷ്യൽ ഗസ്റ്റിൽ ഒരാൾ വിശാലായിരുന്നു. ഷോയിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് ആശംസകൾ അറിയിച്ച് വേദിയിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ നടൻ പെട്ടെന്ന് ബോധരഹിതനായി വീഴുകയായിരുന്നു. ഉടൻ സമീപത്തുണ്ടായിരുന്നവർ താരത്തെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. മുൻ DMK മന്ത്രി പൊന്മുടിയുടെ വാഹനത്തിലാണ് വിശാലിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് റിപ്പോർട്ട്. ബോധക്ഷയത്തിന് പിന്നിലെ കാരണമൊന്നും വ്യക്തമല്ല. ചൂടിന്റെ ആഘാതവും മതിയായ വായുസഞ്ചാരത്തിന്റെ അഭാവവും കാരണമാകാം വിശാൽ ബോധരഹിതനായി വീണതെന്നാണ് നിഗമനം. ആദ്യമായല്ല അവശ്യനിലയിൽ പൊതുവേദിയിൽ നടനെ പ്രേക്ഷകർ കാണുന്നത്. ആദ്യമായി താരം അവശ്യനിലയിൽ പ്രത്യക്ഷപ്പെട്ടത് മതഗതരാജ റിലീസുമായി ബന്ധപ്പെട്ട് നടന്ന ഓഡിയോ ലോഞ്ച് ചടങ്ങിലാണ്. വിറയ്ക്കുന്ന കൈയും തളർന്ന കണ്ണുകളുമായി പരസഹായത്തോടെയാണ് വിശാൽ അന്ന് ചടങ്ങിനെത്തിയത്. നിന്ന് സംസാരിക്കാൻ സാധിക്കാത്തതിനാൽ ചടങ്ങ് തീരും വരെ വേദിയിൽ ഇരിക്കുകയായിരുന്നു നടൻ. മൈക്ക് പോലും പിടിക്കാൻ കഴിയാത്ത വിധം കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ വൈറലായപ്പോൾ തീവ്രമായ പനിയായിരുന്നതിനാലാണ് തനിക്ക് വിറയിലുണ്ടായതെന്നായിരുന്നു വിശാലിന്റെ വിശദീകരണം. എന്നാൽ പലരും താൻ മാരകമായ അസുഖത്തിന് ചികിത്സയിലാണെന്ന് പറഞ്ഞു പരത്തിയെന്നും നടൻ ആരോപിച്ചിരുന്നു. വേദിയിൽ ബോധരഹിതനായി വീണുവെന്ന വാർത്ത പുറത്തു വന്നതോടെ അന്ന് ശരീരം വിറച്ചത് പനി കൊണ്ടാണെന്ന് നടൻ പറഞ്ഞത് നുണയാണോ എന്നുള്ള സംശയമാണ് പ്രേക്ഷകർക്ക്. അമിത മദ്യപാനം വിശാലിന്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചതായും അതിന്റെ പ്രത്യാഘാതമാണ് നടൻ അനുഭവിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്.